ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് നെയ്യപ്പം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് പച്ചരിയാണ്. പച്ചരി നല്ലോണം 4-5 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അത് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂറോളം കുതിർത്തതിന് ശേഷം വാർത്ത് വെച്ചതാണത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര എടുത്തിരിക്കുന്നത് 4 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്. വെള്ളം അധികമായി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ലൂസായി പോവും. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ എല്ലാതും ഉരുകിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ശർക്കര അരിച്ചെടുക്കണം. ശർക്കരയിൽ പൊടി ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ ശർക്കര നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഈ പച്ചരി നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല, ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പച്ചരി അരച്ചെടുക്കുന്നത്. ഇപ്പം നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ മിക്സിയിലല്ല പൊടിപ്പിച്ച് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ പിട്ടിൻ്റെ പൊടിക്കുള്ള പൊടിയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അധികം സന്നായിട്ട് പൊടിച്ചെടുക്കരുത്. പിട്ടുപൊടിക്കുള്ള ആ തരി പോലെ ഉള്ളതായിട്ടാണ് വരേണ്ടത്. ഇപ്പം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴും നല്ലോണം അരച്ചെടുക്കരുത്. ഇതേപോലെ തരി ഉണ്ടാവണം. അതാണ് നെയ്യപ്പത്തിൻ്റെ പാകം. അപ്പം ഞാൻ എല്ലാ പച്ചരിയും ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പിറ്റേ ദിവസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഞാനൊരു 5 മണി ആകുമ്പോഴാണ് ഇത് അരച്ച് വെച്ചത്. പിറ്റേ ദിവസം രാവിലെ 9 മണി ആകുമ്പോഴാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ അത്രയും സമയം നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം. എന്നാലാണ് നമ്മുടെ നെയ്യപ്പം നല്ലോണം പൊന്തി വരുള്ളൂ. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ തേങ്ങ വറുത്തിടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച തേങ്ങേൻ്റെ കൊത്ത് വറുത്തെടുക്കണം. ആ വറുത്തെടുത്ത തേങ്ങയും ആ നെയ്യും കൂടിയിട്ടാണ് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു നെയ്യിൻ്റെ ടേസ്റ്റും കൂടി ആ നെയ്യപ്പത്തിന് കിട്ടും. പിന്നെ ഇതിലേക്ക് 4-5 ഏലക്കായ പൊടിച്ചത് ചേർക്കണം. ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ഏലക്കായ പൊടിഞ്ഞ് കിട്ടും. അത് 2 ടീസ്പൂണ് ഈ മാവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കായ ഇട്ടതിന് ശേഷം നമ്മുടെ മാവ് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നെയ്യും കൂടിയിട്ടുള്ള ആ കൂട്ടില്ലേ, അത് ചൂടാറിയതിന് ശേഷം നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ള്, ഒരു 2 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കുകയാണ്. പിന്നെ പിറ്റത്തെ ദിവസമാണ് നമ്മൾ ഈ മാവ് എടുക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം മാവ് എടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ 2 ചെറിയ ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മാവിലേക്ക് മൈദപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇതേപോലെ ആയിട്ട് വരണം. എന്നാലാണ് നമ്മുടെ നെയ്യപ്പം നല്ലോണം പൊന്തി വരുള്ളൂ. ഇതേപോലെ കുറച്ച് ലൂസായിട്ട്, എന്നാലോ നല്ലോണം ലൂസായിട്ടുമല്ല, ഇതേപോലൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ ഞാൻ നെയ്യപ്പം ഇപ്പം മൊരിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുക്കുകയാണ് നല്ലത്. ഈ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിലൊന്നല്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ ഓരോ കയ്യിൽ നെയ്യപ്പം കോരി ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം കുറച്ച് വട്ടത്തിലാക്കിയിട്ട് ഇങ്ങനെ കോരി ഒഴിക്കുക. ഇതേപോലെ കോരി ഒഴിക്കുക. അപ്പോൾ നമ്മുടെ സൈഡൊക്കെ നല്ലോണം മുരിഞ്ഞിട്ട് നല്ല ഭംഗിയുള്ള നെയ്യപ്പമായി കിട്ടും. അതായത് തീ അധികം കൂട്ടി വെക്കരുത്. ചെറിയ തീയിലിട്ടിട്ടാണ് നെയ്യപ്പം മുരിച്ചെടുക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളു വേവില്ല. ഉള്ളു വെന്താൽ മാത്രമാണ് നെയ്യപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം മുരിഞ്ഞ് കിട്ടും, ഉള്ളു വേവാതെയാവും. അപ്പോൾ ചെറിയ തീയിലിട്ട് നെയ്യപ്പം മൊരിച്ചെടുക്കണം.
അതിനുശേഷം നമ്മൾ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നെയ്യപ്പത്തിൻ്റെ മുകൾ ഭാഗവും നമുക്ക് ഇതേപോലെ പൊന്തി കിട്ടും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതേപോലെ തന്നെ നെയ്യപ്പം തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഇത്തവണത്തെ വിഷുവിന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്